ഹലോ ഗൈസ്, ഫയർ ഫിഷിംഗ് 1977 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരെ ഷൂട്ടിലോട്ട് പോയാലോ? ഗൈസ്, നമ്മളൊരു വാഴ അയ്യോ പറിച്ചുകൊണ്ട് പോകുമെന്ന് തോന്നുന്നു. അവൻ്റെ വാലിന് അടി കൊണ്ടിരിക്കുന്നത് ലോക്കിടാത്ത ഡാർട്ടും കൂടിയാണ്. അതുകൊണ്ട് അയച്ചു കൊടുക്കാനേ മാർഗമുള്ളൂ. അയച്ചു കൊടുത്തില്ലെങ്കിൽ അവൻ കൊണ്ടുപോകും. കുറച്ച് നേരം ഇട്ടോ ഓടിക്കണം. ഇയാൾ നമുക്കിട്ട് പണി തരും. അവൻ കൊണ്ടോട്ടെ. ഉണ്ടോ ഇങ്ങനെ അറ്റത്ത് കിടക്കുന്നത്? അയ്യോ, കൈ പൊള്ളി പോവാ. അയ്യോടാ, കയ്യേന്ന് ഈ സാമാനമൊന്നും ഊരാനും പറ്റുന്നില്ല. ഇതുവരെ അവൻ പോയിട്ടില്ല കേട്ടോ. കൊട ശരീരം കിടന്ന് ഓടിയില്ലെങ്കിൽ കയറിയല്ല കരയ്ക്ക്. ഓഹോ, ലോക്കിടാത്ത ഡാറ്റ ആയതുകൊണ്ടേ അത് ഏത് നേരത്താണ് ഇന്നൊന്ന് എൻ്റെ ഹാൻഡ് മെയ്ഡ് ഡാറ്റ ഞാൻ ഉണ്ടാക്കിയതാണ്. ഒന്ന് പരീക്ഷിക്കാൻ തോന്നിയതാണ്. അങ്ങ് ചെന്ന് വേണ്ട, ഇവിടെ ഓളം അടിക്കുന്നുണ്ടോ? അയ്യോ ഉണ്ടോ, ഇവിടുന്ന് അടിച്ച സാധനം അവൻ പോയ പോക്കെ. എന്നെ അപ്പുറത്ത് കിടത്തുവോ മിക്കവാറും. പുല്ലിങ്കിട്ടിനകത്ത് കയറിയാൽ പിന്നെ കിട്ടുകയില്ല. അതിനുമ്പ് അവനെ വലിച്ച് ഇപ്പറ ഇടണം. അതിനകത്ത് കയറി ഇവിടെ വന്ന് കേട്ടോ.
വേറെ ഒരെണ്ണം വന്ന് പറഞ്ഞേക്കും. എൻ്റെ വായിക്കാത്ത കൈ പോയി. അയ്യോ, ഇതൊന്ന് നോക്കിക്കേ, കണ്ടോ? ലോക്കിടാത്ത ഡാറ്റ ജസ്റ്റ് അവൻ്റെ ഇത്രയും നേരത്തെ പൈറ്റ്. അത് കണ്ടോ? ഇത് കണ്ടോ? ആ ബ്രൈഡ് ഹോൾഡ് ചെയ്യുന്ന ചെറിയൊരു ഉത്തരമാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതേ ഇങ്ങനെ പിടിച്ചാൽ ഊരിപ്പോരും. കണ്ടോ? സംഗതി പോകുന്നു. രണ്ടാമത് ഷൂട്ട് ചെയ്യണമെന്ന് ഓർത്തിരുന്നു, പക്ഷേ എൻ്റെ ആവശ്യം വന്നില്ല. ഒറ്റ കടി എൻ്റെ കൈക്കിട്ട് അവനെ വെള്ളത്തിനകത്ത് വെച്ച് പിടിക്കാൻ നോക്കിയതാണ്. വായിക്കാത്ത കൈ പോയത്. വായിക്കാത്തോട്ട് കൈ കയറി ഒറ്റ കടിയും കടിച്ചു. എന്നെ കാണിച്ചാക്കായതായാലും. നല്ല ഹെവി ഒരു സാധനം. ഇതാണ് മണൽവാഹ കേട്ടോ. വീഡിയോ അതിനെ ഏതാണ്ട് തെറിച്ചു പോയ. നല്ല ഹെവി ഒരു സാധനം മണൽവാഹ. അത് അടിപൊളി ഒരു മണൽവാഹ കേട്ടോ. കണ്ടോ? വാലിന് അടിയുണ്ട്. ഇത് കണ്ടോ? എന്നുവെച്ചാൽ ഈ ഒരു ഷൂട്ടിൽ പിന്നെ കിട്ടിയത് എൻ്റെ യോഗം. ജസ്റ്റ് വന്ന് പൊങ്ങുകയും അടിക്കാൻ കൂടി. എൻ്റെ കൈ അടിച്ച് കുറച്ച് കണ്ടോ? ഞാൻ വെള്ളത്തിനകത്ത് വെച്ച് പിടിക്കാൻ നോക്കിയതാണ്. ഇവൻ്റെ ചെകിടയാണെന്നോട്ട് കൈ കയറ്റിയ വായിക്കാത്തോട്ടായി പോയി. കൈ തന്നെ കയറിയത്. ഒറ്റ കൈ കൈക്കിട്ട്. എന്താ സാരമില്ല, എന്നാലും വേണ്ടില്ല, അവനെ കിട്ടിയല്ലോ. നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആർട്ടാണേ, നമ്മളുണ്ടാക്കിയതാണ്. ഞാൻ സ്വന്തമായിട്ട് കുത്തി കുളവാക്കിയ കുളവാന്ന് പറഞ്ഞ പോലെ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ആർട്ടാണ്. അതുകൊണ്ട് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇതിനുണ്ടോ? ബ്ലൈഡ് ഹോൾഡ് ചെയ്യുന്ന ഗ്യാപ്പ് വലുതാണ്. നല്ല വലിപ്പത്തിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എക്സ്ട്രാ ലോക്ക് പിടിപ്പിച്ചില്ലെങ്കിലും പിന്നെ നമുക്ക് മീനെ അടിച്ച് കിട്ടും. ഈ ലോക്കേലുടക്കിയാലും കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ കേട്ടോ, ഒരു 2 കിലോ 2.5 കിലോ ഒക്കെ ഉള്ളതാണെങ്കിൽ അതിനപ്പുറത്തേക്ക് 5-6 കിലോകളൊക്കെ അടിച്ച് ഞാൻ ചിലപ്പോൾ പറിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ തന്നെ നമുക്ക് ഈ മണൽവാഹ കിട്ടിയത് ഈ ഡാറ്റയിലാണ്. അത് അടിച്ചപ്പോൾ അവിടം വരെയും വലിച്ചുകൊണ്ട് പോയി, അങ്ങേ അറ്റം വരെ. അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നിട്ട് അവനെ കിട്ടി. അതിൻ്റെ കാരണം ഈ ഡാറ്റ ഇത്രയും ഗ്യാപ്പ് ഇട്ടതുകൊണ്ടാണ്. നമുക്ക് സ്ലിംഗ് അടിക്കാൻ ഇങ്ങനെ ഗ്യാപ്പ് ഇടുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അതിലും ഡാറ്റിൻ്റെ വെയിറ്റ് കൂടുതലാണെന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതായത് വണ്ണമുള്ള കമ്പി ഉണ്ടോ? ഇത് 8 mm സ്റ്റീൽ റോഡാണ്. 8 mm അതല്ല നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇത് 8 mm, ഇത് 6 mm, ഇത് 4 mm. ഓക്കെ. അതായത് നോർമൽ ഡാർട്ടിൻ്റെയാണ് ഏറ്റവും പുറകുവശം. നോർമൽ ഡാർട്ടിൻ്റെ അത് ഞാൻ ആ ത്രെഡോട് കൂടി എടുത്തിട്ട് അവിടുത്തെ വെച്ച് ഇത് ബാക്കി വെൽഡ് ചെയ്തിരിക്കുന്ന ഈ സംഭവം. ഇത് വെൽഡ് ചെയ്തിരിക്കുന്നതല്ല, ഇത് ഉള്ളതാണ്. ഇവിടുത്തെ നിന്നാണ് 8 mm നമ്മൾ വെൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാർട്ട്. ഓക്കെ. ഹലോ ഗൈസ്, നമുക്കിന്ന് ഫിഷിങ് കഴിഞ്ഞപ്പോൾ കിട്ടിയ മീനെ കാണണ്ടേ? നല്ല ഐറ്റംസ് സാധനത്തെ കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം, ബാ. ഒന്ന് പൊളിച്ചാടാ, വാ, കടിക്കരുതേ. ഉണ്ടോ? ഇല്ല, പല്ല് കണ്ടോ ഇരിക്കുന്നത്? അയ്യോ,
ഇത്രയും വിശദമായിട്ട് ആരെങ്കിലും കാണിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടോ? അതുപോലെ തന്നെ മേളിലും ഉണ്ടോ? ഇപ്പം പിന്നെ വല്ല മീനെ പിടിച്ച് കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. പഞ്ചർ ഒട്ടിക്കാൻ പോലും കിട്ടുകയില്ല. കാരണം ഈ സൈഡിൽ കൂടെ ഒരു അരിപ്പല്ല് കണ്ടോ? ഒരു സെക്ഷൻ ഇങ്ങനെ ഒരു അരിപ്പല്ല്, അതിനകത്താണ് വലിയ പല്ല്. അതുപോലെ മേളിലും. അയ്യോ, എൻ്റെ കൈക്കിട്ടൊരു ഒറ്റ കടി കടിച്ചിട്ട് പട്ടി കടിച്ച പോലെ ആയിപ്പോയി. ഉണ്ടോ? കൈയുടെ ഈ സൈഡ് ഇവിടെ തൊലി പോയി, ഇവിടെ തൊലി പോയി, ഇടയ്ക്ക് മുറിയുകയും ചെയ്തു. ആ വീഡിയോക്കകത്തുണ്ട് ബ്ലഡ് വരുന്നുണ്ടോ ഒറ്റ കടിക്ക്. നല്ല അടിപൊളി ഒരു സാധനം. എൻ്റെ പിന്നിലൊക്കെ വലിപ്പം കണ്ട എന്നാ രസമാണെന്ന് നോക്കിയതേ. അടിപൊളി, സൂപ്പർ. മൊത്തം അവനെ അങ്ങ് വിരിച്ച് വെച്ച് കഴിഞ്ഞാൽ മറുത നിൽക്കുന്ന പോലെ ആവാൻ. എന്നെ കളറാന്ന് നോക്കിയോ അവൻ്റെ. അടിയിലത്തെ പിന്നെ ഉണ്ടോ? ആഹാ, ഇതും കൂടെ അങ്ങ് വിരിച്ച് ഇപ്പം ടോട്ടലൊന്ന് നോക്കിയാൽ നിങ്ങൾ. എന്നാ കളറാ അല്ലേ. സെറ്റപ്പ് ഒരു സാധനം. ഇതിൻ്റെ വീഡിയോ ഉടനെ വരുന്നുണ്ട് കേട്ടോ, കാണാൻ മറക്കരുത്. ഇതുപോലെ നല്ല അടിപൊളി വീഡിയോസാണ് ഇപ്പം നമ്മുടെ വീഡിയോ വരുന്നത്. അതുകൊണ്ട് ആരും പണ്ടത്തെ വീഡിയോ പോലെ ഒന്നും ആണെന്ന് ഓർത്തിരിക്കരുത്. എല്ലാം നല്ല വെടിച്ചില് വീഡിയോകളാണ്. അപ്പോൾ കണ്ടു നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കൂട്ടുകാർക്ക്, കമൻറ്റ് ഇട്ടാക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കട്ടയ്ക്ക് കൂടെ കുടിക്കുക കേട്ടോ, ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ. ഓക്കെ, ബായ്.